ഹായ് ഹലോ, നമുക്കിന്ന് ഈസി ആയിട്ട് ഒരു ചിക്കൻ സ്റ്റിർ ഫ്രൈ ചെയ്യാം. ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ആദ്യം നമ്മൾ കുറച്ച് ബട്ടർ പാനിൽ മെൽറ്റ് ചെയ്യാൻ വെക്കുക. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നല്ലപോലെ മുരിച്ചെടുക്കുക. മുരിഞ്ഞ് വരുമ്പോഴത്തേനും അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ വഴട്ടിയെടുക്കുക. ഇതെല്ലാം ഹൈ ഫ്ലെയിമിൽ ചെയ്യണേ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് അരിഞ്ഞതും പിന്നെ ഒരു 1/4 ക്യാരറ്റ് നീളത്തിലരിഞ്ഞതും അതുപോലെ ക്യാപ്സിക്കം ഒരു അര ക്യാപ്സിക്കം അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴട്ടി യോജിപ്പിക്കാം. ഇതെല്ലാം തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ചെയ്യാൻ മറക്കരുത്. ആ കൂട്ടത്തിലേക്ക് നമ്മളൊരു 3-4 കാഷ്യൂ നട്ടും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി അതിൻ്റെ അകത്തേക്ക് ഇളക്കി യോജിപ്പിക്കണം. അത് നമ്മൾ ബ്രസ്റ്റ് പീസാണ് എടുത്തേക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും അതുപോലെ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒത്തിരി നേരം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം തന്നെ ഹൈ ഫ്ലെയിം ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ കുറച്ച് സോയാ സോസും ഒരു 1-1.5 ടീസ്പൂൺ സോയാ സോസും അതുപോലെ ടൊമാറ്റോ സോസും കൂടെ ചേർക്കുക. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇതിന് ആവശ്യമായ ചൂടുവെള്ളം നമുക്ക് ഇച്ചിരി ലൂസാക്കണമെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവറും കൂടി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്തിടുക. പിന്നെ കുറച്ച് വെളുത്ത എള്ള് വൈറ്റ് സെസമി സീഡും കൂടി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമുക്ക് സ്റ്റിർ ഫ്രൈ റെഡിയാക്കാം. പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ വേറൊരു പാത്രത്തിൽ ചപ്പാത്തി ചൂടാക്കി ചപ്പാത്തി റോൾ ചെയ്ത് നമ്മൾ ചെറിയ പീസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ റിങ്ങായിട്ട് നമുക്ക് കട്ട് ചെയ്തോ അല്ലെങ്കിൽ നീളത്തിൽ വെച്ചിട്ടോ കട്ട് ചെയ്യുകയും ചെയ്യാം. ഞാനത് റോൾ ചെയ്തിട്ടാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. അതിൽ കുറച്ച് നമ്മൾ ബാക്കി ചിക്കൻ സ്റ്റിർ ഫ്രൈയിലോട്ട് നമുക്ക് കുറച്ച് ഇതുപോലെ ചപ്പാത്തി ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ കട്ട് ചെയ്തിടുകയാണെങ്കിൽ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് കൂടി നമുക്കിതിലൂടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നൂഡിൽസൊന്നുമില്ല വേവിച്ചെടുക്കാൻ ഒത്തിരി സമയമൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു പൊടിക്കൈയും കൂടി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കിയിട്ട് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്കിതുപോലെ ചപ്പാത്തി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരു ഐറ്റം വെച്ചിട്ട് തന്നെ നമുക്ക് 2 രീതിയിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇപ്പോൾ ഒന്നാമത് ഹോളിഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും വേറെ വെറൈറ്റി ആയിട്ടോ അങ്ങനെയൊക്കെ കഴിക്കാനൊക്കെ പിള്ളേർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വലിയ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് ആവശ്യമില്ല. ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. 15 മിനിറ്റും കൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.